നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2025 കുംഭമാസത്തിൽ മേടൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം. ഇടവത്തിൽ ഗുരു, മിഥുനത്തിൽ ചൊവ്വ, കന്നിയിൽ സിഹി, കുംഭത്തിൽ സൂര്യൻ, ബുധൻ, ശനി. സൂര്യൻ മാർച്ച് 15 മീനൻ രാശിയിലേക്ക് സംക്രമിക്കും. ബുധൻ ഫെബ്രുവരി 27 മീനൻ രാശിയിലേക്ക് രാശി മാറും. ശനി മാർച്ച് 29 മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും. മീനത്തിൽ ശുക്രൻ, സർപ്പൻ. മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. കുംഭമാസത്തിൽ സൂര്യൻ മേടൻ രാശിയുടെ 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ മേടൻ രാശിയുടെ 5ാം ഭാവാധിപനാണ്. സർവാഭീഷ്ട സ്ഥാനമായ 11ാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം ധനവരവ് കൂടും, ആരോഗ്യപ്രാപ്തി ഉണ്ടാകും, രോഗങ്ങൾ മാറിക്കിട്ടും, വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഏത് തൊഴിൽ ചെയ്താലും അതിൽ നിന്ന് നല്ല വരുമാനവും ലാഭവും ഉണ്ടാകും. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും, അഭിമാനം ഉണ്ടാകും. 10ാം ഭാവാധിപനായ ശനി ശശമഹായോഗത്തോടു കൂടിയാണ് 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത്. തൊഴിലിൽ നിന്ന് വരുമാനം കൂടും, തൊഴിൽ സ്ഥലത്തെ അധികാര പദവികൾ ലഭിക്കും, ബഹുമാന ലാഭവും ഉണ്ടാകും, ഭാര്യാപുത്രാദി സുഖമുണ്ടാകും, രോഗികൾക്ക് രോഗശമനം ഉണ്ടാകും, ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ജോബുകൾ ലഭിക്കും, സർക്കാർ ജോലിക്ക് അർഹരാകും, ഉയർന്ന നിലയിലുള്ള ജീവിതം നയിക്കാൻ കഴിയും. 7ാം ഭാവാധിപനായ ശുക്രൻ 12ൽ ഉച്ചനാണ്. 12ാം ഭാവം വ്യയസ്ഥാനമാണ്. പക്ഷേ ശുക്രന് 12ാം ഭാവം അനുകൂല ഭാവമാണ്. കൂടാതെ ശുക്രൻ ഉച്ചസ്ഥനാണ് മീനത്തിൽ. മേടൻ രാശിയുടെ 7ഉം 2ഉം ഭാവാധിപനാണ് ശുക്രൻ. ബിസിനസ്സുകാർക്ക് വൻ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ധനവർദ്ധനവ് വളരെ കൂടും. വിദേശ ബിസിനസ്സുകളിൽ നിന്നും കൂടുതൽ വരുമാനം ലഭിക്കും. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. പക്ഷേ ശുക്രന് രാഹു യോഗമുണ്ട്, കേതു ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധിക്കണം. ദമ്പതികൾക്ക് സമയം നല്ലതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ധാരാളം ആലോചനകൾ വരും. പങ്കാളിയെ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണം. 5ാം ഭാവാധിപനായ സൂര്യൻ 11ാം ഭാവത്തിൽ ബുധനോട് യോഗം ചെയ്ത് നിപുണ യോഗം നിർമ്മിച്ചാണ് നിൽക്കുന്നത്. ബുധൻ ഫെബ്രുവരി 27 വരെ 11ാം ഭാവത്തിൽ നിൽക്കും. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ താല്പര്യം തോന്നും. ടെസ്റ്റുകളിൽ വിജയം ലഭിക്കും. 11ാം ഭാവത്തിൽ രവി, ബുധൻ, ശനി എന്നീ 3 ഗ്രഹങ്ങളാണ് യോഗം ചെയ്തു നിൽക്കുന്നത്. ഇത് ഗുണഫലങ്ങൾ കൂട്ടുകയുള്ളൂ. പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ്. 2ൽ നിൽക്കുന്ന ഗുരു ശത്രുനാശവും പ്രശസ്തിയും കർമ്മരംഗത്ത് ഉയർച്ചയും സുഖപ്രാപ്തിയും ദാനധർമ്മ അഭിരുചിയും നൽകും. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ ലഭിക്കാനുള്ള അവസരം കൂടിയാണ് ഈ സമയം. ജന്മരാശ്യാധിപനായ ചൊവ്വ 3ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരോഗ്യം മെച്ചമായിരിക്കും. 3ൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ആഭരണ വസ്ത്രാദി ലാഭവും ശത്രുക്കളുടെ നാശവും നൽകുന്നു. നല്ല ആഹാരവും സുഖവും ലഭിക്കുന്ന സമയമാണ്. 6ലെ കേതു സുഖവും ധനവും നൽകുന്നു. 11ലെ ശനി അധികാരങ്ങളും രോഗശമനവും ബഹുമാന ലാഭവും ഭാര്യാപുത്രാദി സുഖവും ധനലാഭവും നൽകുന്നു. 12ലെ സർപ്പൻ ചിലവുകളെ സൂചിപ്പിക്കുന്നു. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ മാസം ആഗ്രഹം നടക്കും. ഫെബ്രുവരി 27 ശേഷം ബുധൻ മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും. ബുധൻ്റെ നീചരാശിയാണ് മീനൻ. ബുധൻ അവിടെ നീചഭംഗ രാജയോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ശുക്രൻ മാളവ്യ രാജയോഗത്തോടു കൂടി. അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും കുംഭമാസത്തിൽ മേടൻ രാശിക്കാർക്ക് അനുകൂലമാണ്. ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കുക. വീട്, വാഹനം, ഭൂമി എന്നിവ വാങ്ങാനും നിങ്ങൾക്ക് സാധിക്കും. എല്ലാവരും ദിവസവും നാമം ജപിക്കുക. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.